വിശദാംശങ്ങളിലേക്ക് പോകാം. മൂന്നാം മോദി സർക്കാരിലെ മന്ത്രിമാർ ഇന്ന് ചുമതലയേൽക്കും. സുരേഷ് ഗോപിയും ജോർജ് കുര്യനും രാവിലെ 11-ന് ഓഫീസിലെത്തി ചുമതല ഏറ്റെടുക്കും. അതേസമയം വോട്ടർമാർക്ക് നന്ദി അറിയിക്കാൻ രാഹുൽ ഗാന്ധി 12-ന് വയനാട്ടിലെത്തും. ഇക്കാര്യങ്ങളിൽ പൂർണ്ണ വിവരങ്ങൾ നൽകുന്നത് നിതിൻ പ്രഭാകരൻ. നിതിൻ, മൂന്നാം മോദി സർക്കാരിലെ മന്ത്രിമാർ ചുമതലയേൽക്കുകയാണ്. സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഓഫീസിലെത്തും. എന്തൊക്കെയാണ് വിവരങ്ങൾ? വിജി, മൂന്നാം മോദി സർക്കാരിലെ മന്ത്രിമാർ ഇന്ന് ചുമതല ഏറ്റെടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം ക്യാബിനറ്റ് യോഗം ചേർന്നിരുന്നു. മന്ത്രിമാരുടെ വകുപ്പുകൾ തീരുമാനമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ 11 മണിയോടുകൂടി ഓഫീസിലെത്തി മന്ത്രിമാർ ചുമതല ഏറ്റെടുക്കുന്നത്. പ്രധാന വകുപ്പുകൾ, അതായത് ആഭ്യന്തരം, പ്രതിരോധം, ആരോഗ്യം ഉൾപ്പെടെയുള്ള പ്രധാന വകുപ്പുകളെല്ലാം തന്നെ BJP ആണ് കൈകാര്യം ചെയ്യുന്നത്. പ്രതിരോധ മന്ത്രിയായി രാജ്നാഥ് സിംഗും ആഭ്യന്തര വകുപ്പ് അമിത്ഷായും, ആരോഗ്യവകുപ്പ് മന്ത്രിയായി BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയും, ധനകാര്യ വകുപ്പ് മന്ത്രിയായി നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ള BJPയുടെ മുതിർന്ന നേതാക്കൾ തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിൽ എത്തിയിരിക്കുന്നത്. ഇവരെ കഴിഞ്ഞ ദിവസം സർക്കാരിൻ്റെ ക്യാബിനറ്റ് യോഗം ചേർന്നിരുന്നു. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും സഹമന്ത്രിയായി മന്ത്രിസഭയിലുണ്ട്. ഇരുവരും ഇന്ന് രാവിലെ 11 മണിയോടുകൂടി ഓഫീസിലെത്തി ചുമതല ഏറ്റെടുക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് മൂന്നാം NDA സർക്കാരിനെ BJP നേതൃത്വം നോക്കിക്കാണുന്നത്. വലിയ പ്രഖ്യാപനങ്ങൾ ആദ്യ ദിവസം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം 3 കോടി ആളുകൾക്ക് പാർപ്പിടം നൽകുമെന്ന് കഴിഞ്ഞ ദിവസം ക്യാബിനറ്റ് യോഗത്തിൽ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു. കൂടാതെ 9.3 കോടി കർഷകർക്കായി 20,000 കോടി രൂപയുടെ പാക്കേജ് അനുവദിക്കുന്ന ബില്ലിലും നരേന്ദ്രമോദി ഒപ്പിടുകയും ചെയ്തു. ഇത്തരത്തിൽ വലിയ പ്രഖ്യാപനമായിട്ടാണ് ആദ്യ ദിവസത്തെ ക്യാബിനറ്റ് പൂർത്തീകരിച്ചത്. വരും ദിവസങ്ങളിലും വലിയ തരത്തിൽ, അതായത് വികസിത ഭാരതം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമമായിരിക്കും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുക എന്നാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പരമാവധി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന നിർദ്ദേശം RSS നേതൃത്വം മുന്നോട്ട് വച്ചിരുന്നു. സർക്കാർ അധികാരമേൽക്കുന്നതിൻ്റെ തലേ ദിവസം RSS നേതൃത്വവുമായി BJP നേതാക്കൾ ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ സർക്കാരിലെ വീഴ്ചകളും പോരായ്മകളും ചൂണ്ടിക്കാട്ടി RSS ഇതിന് പരിഹാരം കാണണമെന്ന് BJP നേതാക്കളോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ ചില പോരായ്മകളാണ് ഉത്തരേന്ത്യയിൽ BJPയുടെ ശക്തി കേന്ദ്രങ്ങളടക്കം തിരിച്ചടിയുണ്ടായത്. ഇത് ഇത്തവണ മറികടക്കാനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്ന നിർദ്ദേശം RSSൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയും ചെയ്തു. എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടി അധികാരത്തിലേറെ സർക്കാരിലെ മന്ത്രിമാർ ഇന്ന് അവരവരുടെ വകുപ്പുകളിൽ ചുമതലയേൽക്കുകയാണ്. അമിത്ഷാ ആഭ്യന്തര വകുപ്പിലും, നിർമ്മല സീതാരാമൻ ധനവകുപ്പ്, JP നദ്ദ BJP ദേശീയ അധ്യക്ഷൻ ആരോഗ്യവകുപ്പ്, രാജ്നാഥ് സിംഗ് പ്രതിരോധ വകുപ്പ്, നിതിൻ ഗഡ്കരി ഗതാഗത വകുപ്പ് തുടങ്ങിയവരാണ് മന്ത്രിസഭയിലെ പ്രമുഖരായുള്ളത്. കൂടാതെ ഘടകകക്ഷി നേതാക്കന്മാർ ചിരാഗ് പാസ്വാൻ, ജിതിൻ റാം മാഞ്ചി, HD കുമാരസ്വാമി, അനുപ്രിയ പട്ടേൽ തുടങ്ങിയ ഘടകകക്ഷി നേതാക്കന്മാരും ഇന്ന് ചുമതല ഏറ്റെടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വിവരപ്രകാരം ശിവസേനയുടെ ഏക്നാഥ് ഷിൻഡ വിഭാഗം NDAയ്ക്കൊപ്പം മഹാരാഷ്ട്രയിൽ ഉറച്ചു നിൽക്കുന്ന ഘടകകക്ഷിയാണ്. അവർ ചില അസ്വാരസ്യങ്ങൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. കാരണം ക്യാബിനറ്റ് പദവി ശിവസേന ഏക്നാഥ് ഷിൻഡ വിഭാഗത്തിന് നൽകിയിട്ടില്ല. ഇത് അനീതിയാണെന്നാണ് അവരുടെ MP പ്രതികരിച്ചിരിക്കുന്നത്. കൂടാതെ NCPയുടെ ഔദ്യോഗിക വിഭാഗം, അതായത് NCPയുടെ ഔദ്യോഗിക വിഭാഗത്തിന് ഇത്തവണ മന്ത്രിസഭയിൽ പ്രാതിനിധ്യം നൽകിയിട്ടില്ല. അവർക്ക് ക്യാബിനറ്റ് പദവി നൽകാത്തതിനെ തുടർന്ന് മന്ത്രി പദവി വേണ്ടെന്നായിരുന്നു അജിത് പവാർ തീരുമാനമെടുത്തത്. ഇതും അനീതിയാണെന്ന ഒരു പരാമർശം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അതായത് NDAയ്ക്കകത്ത് ഒരു അസ്വാരസ്യം ഉടലെടുത്തു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. വലിയ ഒരു വിമർശനമാണ് ശിവസേന നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശിവസേന മഹാരാഷ്ട്രയിൽ ശിവസേനയെ പിളർത്തിയാണ് ഒരു വിഭാഗത്തെ തങ്ങൾക്കൊപ്പം ചേർത്ത BJP അവിടെ അട്ടിമറിയിലൂടെ ഭരണം നേടിയെടുത്തത്. ഈ തെരഞ്ഞെടുപ്പിലും അവർ സഖ്യമായിട്ടായിരുന്നു മത്സരിച്ചത്. എന്നാൽ പ്രതീക്ഷിച്ച വിജയം മഹാരാഷ്ട്രയിൽ നേടാൻ NDAയ്ക്ക് കഴിഞ്ഞില്ല. ശിവസേനയ്ക്കും NCPക്കും കനത്ത തിരിച്ചടിയാണ് വോട്ടർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇതേ തുടർന്ന് ശിവസേനയ്ക്ക് ഇത്തവണ ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിസ്ഥാനം നൽകിയില്ല. NCPക്കും സമാന സ്ഥിതിയാണ്. മുതിർന്ന നേതാവ് പ്രഫുൽ പട്ടേലിന് ക്യാബിനറ്റ് പദവിയോടുകൂടി മന്ത്രിസ്ഥാനം അനുവദിക്കണമെന്ന് NCP ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആ ആവശ്യം BJP നിരാകരിച്ചതിനെ തുടർന്ന് സഹമന്ത്രിസ്ഥാനം ഏറ്റെടുക്കേണ്ടെന്നാണ് NCPയുടെ തീരുമാനം. എന്നാൽ അടുത്ത പുനഃസംഘടനയിൽ NCPയുടെ പരാതി പരിഹരിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം BJP നേതൃത്വം വ്യക്തമാക്കിയത്. ഇതൊന്നും സർക്കാരിനെ ബാധിക്കില്ലെന്ന പ്രതീക്ഷയാണ് BJP നേതൃത്വത്തിനുള്ളത്. ഇന്ന് മന്ത്രിമാർ ചുമതല ഏറ്റെടുക്കുന്നതോടുകൂടി വരും
വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകാം. ജനപ്രിയ പദ്ധതികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നൊരു സൂചനയാണ് ആദ്യ ക്യാബിനറ്റിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവെക്കുകയും ചെയ്യുന്നത്. അതിനുവേണ്ടി മറ്റൊരു കാര്യം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചാണ്. രാഹുൽ ഇന്ന് റായ്ബറേലിയിൽ എത്തും, വിജയാഹ്ലാദത്തിൽ പങ്കെടുക്കും എന്ന് മനസ്സിലാക്കുന്നത്. 12-ാം തീയതി വയനാട്ടിലേക്ക് രാഹുൽ എത്തുകയാണ്. എങ്ങനെയാണ് രാഹുലിന്റെ കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്? തീർച്ചയായും ഉത്തർപ്രദേശിൽ വലിയ വിജയമാണ് കോൺഗ്രസും സഖ്യകക്ഷികളും നേടിയത്. ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രതീക്ഷയ്ക്കപ്പുറമുള്ള ഒരു വിജയം ഉത്തർപ്രദേശിൽ നേടാൻ കോൺഗ്രസിന് കഴിഞ്ഞു. 8 സീറ്റിലാണ് ഇത്തവണ കോൺഗ്രസ് വിജയിച്ചത്. കഴിഞ്ഞ തവണ 1 സീറ്റിൽ മാത്രമായിരുന്നു കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ അമേഠി അടക്കം തിരിച്ചു പിടിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. ഈ റായ്ബറേലി മണ്ഡലത്തിലാണ് മുൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വിജയക്കൊടി പാറിച്ചത്. നേരത്തെ രാഹുൽ ഗാന്ധിയുടെ മാതാവ് സോണിയാഗാന്ധി ജയിച്ച മണ്ഡലമാണ്. അവിടെ വോട്ടർമാർക്ക് നന്ദി അർപ്പിക്കാനാണ് രാഹുൽ ഗാന്ധി ഇന്നെത്തുന്നത്. സഹോദരി പ്രിയങ്ക ഗാന്ധിക്കും ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതാക്കൾക്കുമൊപ്പമാണ് രാഹുൽ റായ്ബറേലിയിൽ എത്തുന്നത്. റായ്ബറേലിയിൽ വലിയ പ്രതീക്ഷയാണ് റായ്ബറേലിയിലെ വോട്ടർമാർ രാഹുലിന് നൽകിയതെന്നാണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ. സ്വാഭാവികമായും 2 മണ്ഡലങ്ങളിലാണ് രാഹുൽ ഗാന്ധി ജയിച്ചത്, വയനാടും റായ്ബറേലിയും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ സ്ഥാനം ഒഴിയേണ്ട ഒരു സ്ഥിതിയുണ്ട്. ഉത്തർപ്രദേശ് നിലനിർത്തണമെന്നാണ്, അല്ലെങ്കിൽ റായ്ബറേലി നിലനിർത്തണമെന്നാണ് ഉത്തരേന്ത്യയിൽ നിന്നുള്ള നേതാക്കന്മാർ കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടത്. റായ്ബറേലി നിലനിർത്തുന്നത് ഉത്തരേന്ത്യയിൽ പാർട്ടിക്ക് കൂടുതൽ കരുത്ത് പകരും എന്നാണ് അവരുടെ അവകാശവാദം. ആ തീരുമാനത്തിനോടൊപ്പം ഉറച്ചു നിൽക്കാനായിരിക്കും രാഹുൽ ഗാന്ധി ശ്രമിക്കുക എന്നാണ് ഡൽഹിയിൽ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വയനാട് ലോക്സഭാ മണ്ഡലം അദ്ദേഹം ഒഴിയാനുള്ള സാധ്യതയുണ്ട്. ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി വന്നു പോയതിനു ശേഷം അവിടെ കോൺഗ്രസ് നേതൃത്വം ഉത്തർപ്രദേശിലാകെ യാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ടുള്ള സന്ദേശയാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് നാളെ രാഹുൽ ഗാന്ധി കേരളത്തിലെത്തുന്നത്. വയനാട് മണ്ഡലത്തിലെ വോട്ടർമാരെ നേരിട്ട് കണ്ട നന്ദി അർപ്പിക്കാനാണ് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം. സഹോദരി പ്രിയങ്ക കൂടി രാഹുൽ ഗാന്ധിയുടെ കൂടെ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും രാഹുൽ ഗാന്ധിക്കൊപ്പം വയനാട്ടിലെത്തും. നാളെ UDFൻ്റെ നിയമസഭാ മാർച്ച് പ്രഖ്യാപിച്ചിരുന്നു. നാളെ വൈകിട്ട് 3 മണിക്ക് UDF ഏകോപന സമിതി യോഗവും തീരുമാനിച്ചിരുന്നു. ഈ 2 പരിപാടികളും മാറ്റിവെച്ചിട്ടുണ്ട്. രാഹുലിൻ്റെ സന്ദർശനത്തിൻ്റെ ഭാഗമായി KPCC അധ്യക്ഷൻ K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, UDF കൺവീനർ MM ഹസൻ, മുതിർന്ന കോൺഗ്രസിൻ്റെയും UDFൻ്റെയും നേതാക്കന്മാരെല്ലാം നാളെ രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ അനുഗമിക്കുന്നുണ്ട്. രാവിലെ മുതൽ അദ്ദേഹത്തിൻ്റെ പരിപാടികൾ ആരംഭിക്കും. 7 നിയമസഭാ മണ്ഡലങ്ങളാണ് വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലുള്ളത്. മാനന്തവാടി, കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, നിലമ്പൂർ, വണ്ടൂർ, ഏറനാട്, തിരുവമ്പാടി, ഈ മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലായിട്ടാണ് വയനാട് പാർലമെൻറ്റ് മണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. ഈ 7 നിയമസഭാ മണ്ഡലത്തിലും രാഹുൽ എത്തുമോ എന്ന അവസാന ഷെഡ്യൂളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ആ ഷെഡ്യൂൾ ഇതുവരെ കോൺഗ്രസ് നേതൃത്വം പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും വയനാട്ടിൽ രാഹുൽ എത്തുമ്പോൾ വലിയ ആവേശം അവിടെ ഉണ്ടാകും. ഒരു ചോദ്യം നിലനിൽക്കുന്നത് വയനാട് രാഹുൽ ഗാന്ധി ഉപേക്ഷിക്കുമോ, റായ്ബറേലി നിലനിർത്തുമോ എന്നുള്ളതാണ്. ഒരുപക്ഷെ ആ ചോദ്യത്തിനും നാളെ ഉത്തരം ലഭ്യമാകും.